അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും ഉത്തമരും ഉദാത്യരും ഉത്കൃഷ്ടരുമായ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് പൂർണ്ണമായും സ്വീകരിക്കുകയും നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ സ്വീകാര്യമായ ഒരു അമലാക്കി അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കൊക്കെ വീടുകൾ ഉള്ളവരാണ്. നമ്മുടെയൊക്കെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് വെക്കുക, നമ്മുടെ രീതിയിൽ, നമ്മുടെ ശൈലിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു വീട് വെക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും താല്പര്യമാണ്, ആഗ്രഹങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പലരും പല രീതിയിൽ പണിയെടുക്കാറുണ്ട്, കഷ്ടപ്പെടാറുണ്ട്. ചിലർ പ്രവാസ ജീവിതത്തിലേക്ക് പോയി സുന്ദരമായ വീട് വെക്കണം, അതിൽ തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ഇണയെയും തൻ്റെ മക്കളെയുമൊക്കെ സന്തോഷത്തോടുകൂടി താമസിപ്പിക്കണം. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് നല്ല രീതിയിൽ വെക്കാൻ ഒരു ഭവനം ആഗ്രഹിക്കുന്നവരാണ്. പലരും കണ്ണീരോടുകൂടി പറയുന്നുണ്ട്, ഉസ്താദേ, ഞങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുകയാണ്, ഞങ്ങൾക്ക് അവിടെ ഒന്ന് ഉമ്മായൊക്കെ ഒന്ന് കയറ്റി താമസിപ്പിക്കണം എന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഉമ്മ മരിച്ചാൽ അവരുടെ മയ്യത്ത് വെക്കണ്ടേ ഉസ്താദേ, അതുകൊണ്ട് പെട്ടെന്ന് വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദുആ ചെയ്യണം. പലരും പറയുന്നൊരു വിഷമങ്ങളാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ സദാസമയം മലക്കുകൾ സന്ദർശിക്കണം, റഹ്മത്തിൻ്റെ മാലാകമാർ സന്ദർശിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തിലും ഭൂമിയിലുമായി പല ജോലികൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. മലക്കുകളിൽ 10 പ്രധാനപ്പെട്ട മലക്കുകളുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മലക്കുകളുടെ എല്ലാം നേതാവായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകാശത്തിനാൽ പടച്ച ഒരു മലക്കാണ്, മലക്കുകളുടെ നേതാവാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു ഫുൾ കൺട്രോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ സമുദായത്തെയും നശിപ്പിച്ചതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദിശയറിയാതെ ഭൂമിയിലേക്ക് വന്നു വീണ ആദമിന് വെളിച്ചം പകർന്നതും ദിശ കാണിച്ചു കൊടുത്തതും, ആദമിൻ്റെ സഹായിയായി ആദമിന് പാർപ്പിടം പണിഞ്ഞു കൊടുത്തതും, ആദമിന് കഴിക്കാനുള്ള ഗോതമ്പ് മണി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുകൊടുത്തതും, ആദമിന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീ നരകത്തിൽ നിന്ന് കൊണ്ടുകൊടുത്തതുമൊക്കെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി പ്രവാചകന്മാർക്ക് വഹി അറിയിച്ചു കൊടുക്കലാണ്. പിന്നെ ഇടി, മിന്നൽ, മഴ മുതലായവയുടെ ചുമതല മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. സൂർ എന്ന കാഹളത്തിൽ ഏത് സമയവും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു മലക്കാണ് ഇസ്റാഫീൽ. പിന്നെ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത് അസ്റായീലാണ്. അങ്ങനെ ധാരാളം മലക്കുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എതിര് പ്രവർത്തിക്കാത്ത, സദാസമയവും അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്യുന്ന, വലയം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്തിലായി സാഷ്ടാംഗത്തിലായി കഴിയുന്ന മലക്കുകളുണ്ട്. അവന് തസ്ബീഹ് ചെല്ലുന്ന, തഹ്ലീൽ ചെല്ലുന്ന, തക്ബീർ ചെല്ലുന്ന, അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതായ മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും എത്രയോ മലക്കുകളാണ് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച മലക്കുകൾ പിന്നെ അവർ പ്രവേശിക്കുകയില്ല. അങ്ങനെ ധാരാളം മലക്കുകളുണ്ട്. മലക്കുകളുടെ എണ്ണത്തെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല.
മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ മലക്കുകൾ നമ്മുടെ വീടുകൾ സന്ദർശിക്കണം. നമ്മുടെ വീടുകൾ സന്ദർശിക്കേണ്ടത്, നമ്മുടെ സന്ദർശകരായിട്ട് വീടുകൾ സന്ദർശിക്കേണ്ടത് മാലാകമാരാണ്. റഹ്മത്തിൻ്റെ മാലാകമാരാണ് ഓരോ വീടുകളും സന്ദർശിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടുകൾ പിന്നെ എന്താക്കണം? അലങ്കാരമാക്കണം. എങ്ങനെ? ഖുർആൻ പാരായണവും കൊണ്ടും അതേപോലെ തന്നെ ദിക്റ് കൊണ്ടും ഇബാദത്തിലായിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളാകുമ്പോൾ മാലാകമാർ, റഹ്മത്തിൻ്റെ മാലാകമാർ കടന്നു വരുന്നതാണ്. റഹ്മത്തിൻ്റെ മാലാകമാർ കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യന് റഹ്മത്ത് ചൊരിയുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ വീട്ടുകാരുടെ കാര്യങ്ങൾ പറയുകയും, അള്ളാഹുവേ, ഇന്ന നാട്ടിൽ ഇന്ന വീടുണ്ട് റബ്ബേ, അവർ നിന്നെ ഓർക്കുന്നവരാണ്, അവർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവിടെ രോഗികളുണ്ട്, മക്കൾ രോഗികളാണ്, മാതാപിതാക്കൾ രോഗികളാണ്. അള്ളാഹുവേ, മക്കൾ കണ്ണീരോടുകൂടി മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു ഞങ്ങൾ കേട്ടു അള്ളാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട് റബ്ബേ, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ എന്ന് നമ്മുടെ വീട് സന്ദർശിക്കുന്നതായ റഹ്മത്തിൻ്റെ മാലാകമാർ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുമത്രേ. എന്നാൽ റഹ്മത്തിൻ്റെ മാലാകമാർ നമ്മുടെ വീടുകളിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പ്രവേശിക്കുകയില്ല. ഒന്ന്, നായ. നമ്മുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന നായ. ആ നായയുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മാലാകമാർ പ്രവേശിക്കില്ലത്രേ. സുബ്ഹാനല്ലാഹ്. ഇന്ന് പല മുസ്ലിമീങ്ങളുടെയും വീട്ടിൽ നായകളുണ്ട് പല മുസ്ലിമീങ്ങളുടെയും വീട്ടിൽ. അള്ളാഹുവേ, ഈമാനികമായ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ പ്രവേശിക്കാത്തതായ ആ വീട്ടിൽ, റഹ്മത്തിൻ്റെ മാലാകമാർ കടക്കാത്തതായ വീട്ടിൽ നായ വളർത്തുക. നിങ്ങളെന്തേ ഈ ഹദീസ് കേൾക്കുന്നില്ലേ? നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹ്മത്തിൻ്റെ മാലാകമാർ വരാത്തതായൊരു വീടുണ്ടെങ്കിൽ അത് നായയുള്ള വീടാണ്. മറ്റൊന്ന്, രൂപമുള്ള വീടുകൾ. ഇന്ന് ജീവനുള്ള വസ്തുക്കളുടെ രൂപമുള്ള വീടുകളുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടത്തെ അതിൽ അഫുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടത്തിലല്ല. പക്ഷേ ഇന്ന് പലരും അലങ്കാരമായിട്ട് വീടിൻ്റെ മുന്നിലായി, പ്രവേശന കവാടത്തിലായി, മതിലുകളിലായി ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിലായിട്ട് പല കോലത്തിലുള്ള, പല രൂപത്തിലുള്ളതായ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്തിലധികം പറയുന്നു, നമ്മുടെ ബെഡ്റൂമിൽ പോലും, പലരുടെയും ബെഡ്റൂമിൽ പോലും രൂപങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മത്തിൻ്റെ മാലാകമാർ പ്രവേശിക്കാത്ത വീടാണത്. റഹ്മത്തിൻ്റെ മാലാകമാർ കടന്നു വരാത്തതായ വീടാണ്. റഹ്മത്തിൻ്റെ മാലാകമാർ ഒരിക്കലും ആ വീട്ടിൽ കടന്നു വരികയില്ല. അതുകൊണ്ട് റഹ്മത്തിൻ്റെ മാലാകമാർ കടന്നു വരുന്നതായ വീട് ഏതെന്നറിയോ? അള്ളാഹുവിനെ സ്മരിക്കുന്നതായ, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നതായ, ഖുർആൻ പാരായണം ചെയ്യുന്നതായ വീടുകൾ, ഭവനങ്ങളുണ്ടല്ലോ, ആ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാരുണ്ടാകുന്നതാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി മദീനത്തിൻ്റെ പള്ളിയിലിരിക്കവേ ഒരാൾ കടന്നു വരുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പട്ടിണിപ്പാവമാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. നേരെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ആരുണ്ട് ഈ മനുഷ്യനെ സൽക്കരിക്കാൻ? ഇന്ന് ഭക്ഷണം കൊടുക്കാൻ ആരുണ്ട്? അപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാം, എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ആ മനുഷ്യരെയും കൊണ്ട് ആ സ്വഹാബി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ട് സ്വഹാബി വര്യൻ പറഞ്ഞു, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ഈ അതിഥി ആരെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ഏൽപ്പിച്ചു തന്നതായ ഒരു അതിഥിയാണ്. ഈ അതിഥിയെ നീ ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയെ ബഹുമാനിക്കണം. ഭാര്യ പറഞ്ഞു, നിറകണ്ണുകളോട് പറഞ്ഞു, ഭർത്താവേ, വല്ലാത്ത യാതനയിലും വേദനയിലുമാണല്ലോ, നമ്മൾ ഞെരുക്കത്തിലൊക്കെയാണല്ലോ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ കാര്യം തന്നെ, നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും നമ്മുടെ ഇടയിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പാത്രം കൊണ്ടുവെക്കാം,
ഭക്ഷണം കൊണ്ടുവെക്കുക, ആ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ വിളക്ക് അണയ്ക്കണം. അങ്ങനെ ഈ മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടുകാർ ക്ഷണിച്ചു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വിളക്കണയ്ക്കുന്നു. എന്നിട്ട് ആ സ്വഹാബി വര്യൻ ഭക്ഷണം, ആ വീട്ടുകാരനായ സ്വഹാബി ഭക്ഷണം കഴിക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. മറ്റേ സ്വഹാബി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിഥിയായ ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേന്ന് ഈ മനുഷ്യൻ പ്രഭാത നിസ്കാരത്തിന് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അതിഥിയുമായിട്ട് മദീനത്തിൻ്റെ പള്ളിയിലേക്ക് പോവുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആ ആതിഥേയത്വമുണ്ടല്ലോ, നിങ്ങളുടെ സൽക്കാരം, അത് മലക്കുകളുടെ ഇടയിൽ പോലും ചർച്ചയായി. മലക്കുകളുടെ ഇടയിൽ പോലും ചർച്ചയായി. എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നറിയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടായി, റഹ്മത്തുണ്ടായി. റഹ്മത്തിൻ്റെ മാലാകമാർ പ്രവേശിച്ചു. കാരണം എന്താ? അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെയും അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ ബറക്കാത്തുകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു, നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹു ബറക്കത്തുള്ള ഭവനമാക്കി കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.